ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും മൊബൈലിൽ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും ഉണ്ടാകും. ഇപ്പോൾ പുതിയ മൊബൈലിലേക്ക് ഇൻബിൽട്ട് ആയിട്ട് ഫയൽ മാനേജറായി ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് വരുന്നത്. ഒരുപാട് പ്രത്യേകതകൾ ഇതിലുണ്ട്. അതുമാത്രമല്ല, ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനു പുറമെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒന്ന് രണ്ട് ഫീച്ചേഴ്സുകൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ രണ്ട് മൊബൈൽ എടുത്തിട്ടുണ്ട്. രണ്ട് മൊബൈലിലും ഫയൽസ് ബൈ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്ഡേറ്റ് ചെയ്യാത്ത ഫയൽസ് ബൈ ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ നടുവിലായിട്ട് നമുക്കൊരു സ്കാനറാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ അപ്ഡേറ്റ് ചെയ്ത ഫയൽസ് ബൈ ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോൾ സ്കാനറും ഉണ്ട്, അതുപോലെ തന്നെ ക്വിക്ക് ഷെയറിൻ്റെ ഒരു ഐക്കണും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ക്വിക്ക് ഷെയർ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് റിസീവ് ചെയ്യാം, അതുപോലെ തന്നെ സെൻഡ് ചെയ്യാം. പല ഫയലുകളും നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയിട്ട് ഈ മൊബൈലിലെ ക്വിക്ക് ഷെയർ ഓപ്പൺ ചെയ്തിട്ട് ബ്ലൂടൂത്ത് ഇവിടെ കണക്ട് ചെയ്യാണ്. ഇവിടെ ഞാനിപ്പോൾ സെൻഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫയൽ ഇവിടെ സെലക്ട് ചെയ്യാണ്. സെലക്ട് എന്ന ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ആരോ മാർക്ക് കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് സെൻഡ് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഈ ഒരു വീഡിയോ ഞാൻ സെൻഡ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ക്വിക്ക് ഷെയർ ഓപ്പൺ ചെയ്തിട്ടുള്ള ഡിവൈസിൻ്റെ പേര് ഇവിടെ താഴെ വരും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ ആ ഒരു ഫയൽ ഇവിടെ വന്നു കഴിഞ്ഞു. ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് എത്ര വലിയ വീഡിയോസും ഇവിടെ അല്ലെങ്കിൽ എത്ര വലിയ ഫയലും നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞു, സംഭവം ഇവിടെ സെൻഡ് ആയി കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഈ ഫയൽ മാനേജറിൻ്റെ അകത്ത് തന്നെ നമുക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ MP3 ആക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ അകത്ത് തന്നെ അതിനുള്ള ഓപ്ഷൻ ഈ ഒരു ഫയൽസ് ബൈ ഗൂഗിളിലുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യാണ്. വീഡിയോ ലോങ് പ്രസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീനെയിം എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും അവസാനം കാണുന്ന MP4 എന്ന ഭാഗത്ത് 4 മാറ്റിയിട്ട് 3 എന്ന് ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ ഇവിടെ റീനെയിം എന്ന് കാണിക്കുന്നുണ്ട്. റീനെയിം കൊടുത്താൽ ആ ഫയൽ അപ്രത്യക്ഷമായി അത് നേരെ ഓഡിയോയിലേക്ക് വന്നിട്ടുണ്ടാകും. ഓഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. ഓഡിയോ ആയിട്ട് നമുക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ഓഡിയോ വീഡിയോ തന്നെ ആക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ റീനെയിം കാണാൻ സാധിക്കും. റീനെയിം ക്ലിക്ക് ചെയ്തിട്ട് MP3 എന്നുള്ളത് 3 മാറ്റിയിട്ട് 4 എന്നാക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ റീനെയിം കാണിക്കും. റീനെയിം കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് അപ്രത്യക്ഷമായി വീഡിയോയുടെ സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതേ വീഡിയോ അതേ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇനി ഫയൽസ് ബൈ ഗൂഗിളിലുള്ള എല്ലാ ഫയലുകളും നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാനും സാധിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ മാത്രം കാണിച്ചു തരാം. വീഡിയോയിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗൂഗിൾ ഡ്രൈവുമായിട്ട് കണക്ട് ചെയ്യാൻ ചോദിക്കും. ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇത് അപ്ലോഡ് ചെയ്യാൻ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നടുവിലുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ ഫയലിൻ്റെ ഒരു ചിഹ്നമുണ്ട്. അവിടെ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു ഫോൾഡർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിനൊരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കൊടുക്കുന്നത് സ്ക്രീൻ എന്ന് ഒരു പേര് കൊടുക്കുകയാണ്. സ്ക്രീൻ എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്തിട്ട് ഇവിടെ ക്രിയേറ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ സെലക്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഫോൾഡർ ഇവിടെ നടുവിൽ വന്നതായി കാണാൻ സാധിക്കും. അപ്ലോഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു വീഡിയോ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ആയിട്ടുണ്ടാകും. ഇനി ഇവിടുന്ന് തന്നെ നമുക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഇവിടെ താഴെ കാണുന്ന ഈ ഒരു അതർ സ്റ്റോറേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൾഡർ ഏതാണ് ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ആ വീഡിയോ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഫോൾഡർ തന്നെ ഇവിടെ ഫോൾഡർ ഫയൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൾഡറിന് ഏതാണ് നിങ്ങൾ പേര് കൊടുത്തത് ആ പേര് കൊടുത്ത ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മതി. ഇവിടെ സ്ക്രീൻ എന്നാണ് ഞാൻ കൊടുത്തത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു വീഡിയോ ഇവിടെ ബാക്കപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ഡ്രൈവിലൂടെ നിങ്ങളുടെ എല്ലാ ഫയലുകളും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫയൽസ് ബൈ ഗൂഗിളിലും ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഈ ഫീച്ചറുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.